അതെ, ഈ ഡയറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ചീര അഥവാ സ്പിനച്ച് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഇതിനകത്ത് വൈറ്റമിൻ എ പ്രസന്റഡ് ആണ്, വൈറ്റമിൻ സി ഉണ്ട്, ബീറ്റ കാരോട്ടിനോയിഡ്സ് പ്രസന്റഡ് ആണ്. അത് മാത്രമല്ല നല്ല ക്വാണ്ടിറ്റി ആന്റി ഓക്സിഡൻസും പ്രസന്റഡ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്ന മുരിങ്ങ ലീഫാണ്. നമുക്ക് ലീഫായിട്ട് നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുരിങ്ങ ലീഫ് കിട്ടുന്നില്ലെങ്കിൽ മുരിങ്ങ പൗഡർ ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ആക്ച്വലി വൈറ്റമിൻ സി പ്രസന്റഡ് ആണ്. അത് മാത്രമല്ല അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയൺ ഡെഫിഷ്യൻസി ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആന്റി ഓക്സിഡൻസും പ്രസന്റഡ് ആണ്. പിന്നെ ഫൈബർ പ്രസന്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഒക്കെ മാറ്റാനായിട്ടും ഈ പറഞ്ഞ പോലെ മുരിങ്ങയില ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രൊക്കോളി ആൻഡ് ക്യാബേജ് ആണ്. ഇതിനകത്തും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ പ്രസന്റഡ് ആണ്. അത് മാത്രമല്ല ആന്റി ഓക്സിഡന്റും നല്ല ക്വാണ്ടിറ്റിയിൽ പ്രസന്റഡ് ആണ്. അതേപോലെ തന്നെ ഫൈബർ റിച്ചും ആണ്. ഈ പറഞ്ഞ വെജിറ്റബിൾസിനകത്ത് എല്ലാം ആന്റി ഓക്സിഡൻസ് പ്രസന്റഡ് ആണ്. ഇത് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന സെൽ ഡാമേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന എല്ലാ വെജിറ്റബിൾസിനകത്തും വൈറ്റമിൻ സി പ്രസന്റഡ് ആണ്. ആക്ച്വലി വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിലെ ഹീലിംഗിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് പ്രസന്റഡ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഓവറോൾ വെൽബീയിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രീൻ വെജിറ്റബിൾസ് ഡയറ്റ് നോക്കുന്നവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പല ഫോമിൽ നമുക്ക് എടുക്കാവുന്നതാണ്, കറി ആയിട്ടും സാലഡ് ഒക്കെ ആയിട്ടും. പക്ഷേ തൈറോയിഡ് ഇഷ്യൂ ഉള്ള ആളുകൾ ശ്രദ്ധിച്ച് മാത്രം ക്വാണ്ടിറ്റി മിനിമലൈസ് ചെയ്ത് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക്